നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവള് വൈകാതെ നമ്മളിലേക്ക് എത്തും അമ്മേ. ഹലോ സാർ, ഞാൻ ചെക്ക് ചെയ്തു സാർ, ചെക്ക് ചെയ്തു. ഹലോ സാർ, സോറി സാർ, ഞാൻ നോക്കാം സാർ. ഏടോ എന്താടോ ഈ കേൾക്കുന്നത്? അഡ്വക്കേറ്റ് അർജുന്റെ വൈഫ് പൂജ ആ പെൺകുട്ടിയെ കാണാൻ പോയിരുന്നോ? അതെ സാർ. ഇവിടെ കോടതി നിർദ്ദേശപ്രകാരം പോലീസിന്റെ സംരക്ഷണ വലയത്തിൽ കഴിയുന്ന ഒരു വിക്ടിമിനെ പ്രതിയുടെ ആൾക്കാർ പോയി കാണുക എന്ന് പറഞ്ഞാൽ അതിൽ പരം നാണക്കേട് എന്താടോ പോലീസ് ഡിപ്പാർട്ട്മെന്റിനുള്ളത്? അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാവരും സസ്പെൻഡ് ചെയ്യണം. അവരെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല സാർ. ആ പൂജ വളരെ ബുദ്ധിപൂർവ്വം കളിച്ച കളിയാ. അവര് വേഷം മാറി അവിടെ പോയി സ്വാതിയുടെ അടുത്തെത്തി. സാർ, അവര് കാണിച്ചത് ഗൗരവകരമായ കുറ്റമാണ്. അവരെ വേണമെങ്കിൽ ഈ കാര്യത്തിന് അറസ്റ്റ് ചെയ്യാനും ചോദ്യം ചെയ്യാനും നിയമമുണ്ട്. തനിക്കെന്തോ പ്രാന്താണോ? ഇനി അതും കൂടെ മാധ്യമങ്ങളെ അറിയിച്ച് പോലീസ് സേനയെ നാണം കെടുത്താനാണോ? ഏതായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ആരും അറിയാതെ അതങ്ങ് ഒതുക്കി കളയുന്നതാണ് നല്ലത്. പുറത്താരും അറിയരുത്. ഓക്കെ സാർ. ഈ പേരും പറഞ്ഞ് നമ്മൾ പൂജയെ അറസ്റ്റ് ചെയ്യാനും ക്വസ്റ്റ്യൻ ചെയ്യാനും പോയാൽ നാട്ടുകാർ മൊത്തം അറിയും. പിന്നെ നമ്മളൊന്നും ഈ സ്ഥാനത്തിരിക്കത്തില്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി ആരും അതിൻ്റെ അകത്തേക്ക് കടക്കണ്ട. ഇത് തന്റെ ഉത്തരവാദിത്തമാ. സർ, അത് മാത്രമല്ല, നടന്ന സംഭവങ്ങൾ ആരും അറിയരുത്. ഓക്കെ സർ. ഇനി ആ സ്വാതി വല്ല പരാതിയും തന്നിട്ടുണ്ടോ? അവളുടെ വക്കീലിനെ വിളിച്ച് ചോദിക്കണം. ഇനി അയാൾ കുഴപ്പമല്ല ഉണ്ടാക്കിയാൽ നമ്മളാകെ നാണം കെടും. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആ സ്വാതിയുടെ കയ്യിൽ നിന്ന് പരാതി എഴുതി വാങ്ങണം. സർ, ആ സ്വാതി ആകെ ഭയന്ന അവസ്ഥയിലാണ്. ഒരു പരാതിയും തരാൻ തയ്യാറല്ല.